ഹലോ മക്കളെ, എല്ലാവരും എക്സാമിനൊക്കെ റെഡിയായോ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നാളത്തെ എക്സാമായ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1ലേക്ക് പോകാം. ലിസൺ ആൻഡ് ഡ്രോ. സാഷാസ് ഫാദർ ഈസ് ബിസി ഇൻ ദ കിച്ചൺ. കംപ്ലീറ്റ് ദ പിക്ചർ ആഫ്റ്റർ ലിസണിങ് ടു യുവർ ടീച്ചർ. ടീച്ചർ പറയുന്നതിനനുസരിച്ച് ഈ പിക്ചർ റെഡിയാക്കണം കേട്ടോ. ചിലപ്പോൾ ടീച്ചർ ഈ സ്റ്റൗവിൽ 2 പോട്ട് വെക്കാനാവും പറയുക. അതേപോലെ മേലെ ഇരിക്കുന്ന ട്രേയിൽ വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഇതിൽ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് ആക്ടിവിറ്റി 1. ഇനി ശരിക്കും നമ്മുടെ ആക്ടിവിറ്റി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആക്ടിവിറ്റി 1, റീഡ് ആൻഡ് കോംപ്രിഹെൻഡ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. നമ്മൾ താഴെ തന്നിരിക്കുന്ന സ്റ്റോറി നമുക്കൊന്ന് വായിക്കാം. ടോം, നിയ, മിഥു, സലീം ആൻഡ് രാജ് were friends. One day they went for a field trip with their teacher. At lunch time, Tom opened his bag and said, "Oh, I forgot my lunch box." ടോമും നിയയും മിഥുവും സലീമും രാജും ഫ്രണ്ട്സാണ്. ഒരു ദിവസം അവർ ടീച്ചറിൻ്റെ കൂടെ ഫീൽഡ് ട്രിപ്പിന് പോയി. ഉച്ച സമയമായപ്പോഴാണ് ടോം ബാഗ് തുറന്നു നോക്കി. ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിട്ടില്ല, മറന്നു അല്ലേ? മിഥു ഹിയർഡ് ദിസ്. മിഥു ഇത് കേട്ടു. ഷീ റാൻ ടുവേർഡ്സ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടോൾഡ് ദം. അവൾ ഓടിപ്പോയി ഫ്രണ്ട്സിനോട് പറഞ്ഞു. ദേ ക്വിക്ക്ലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അവരൊരു പ്ലാനുമായിട്ടാണ് വന്നത്. മിഥു ഓപ്പൺഡ് ഹെർ ലഞ്ച് ബോക്സ് ആൻഡ് ടുക്ക് ഹാഫ് ഓഫ് ഹെർ ലഞ്ച് ആൻഡ് സെഡ്. അവളുടെ ലഞ്ച് ബോക്സ് തുറന്ന് അതിലെ പകുതി ചോറ് എടുത്തിട്ട് അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹിയർ ടോം, യു ക്യാൻ ഹാവ് എ പാർട്ട് ഓഫ് മൈ ലഞ്ച്. നോക്കൂ ടോം, ഇവിടെ നിനക്ക് എൻ്റെ ലഞ്ചിൻ്റെ ഒരു പാർട്ട് തരാം, ഇവിടെയുണ്ട്. നിയ ടുക്ക് ഔട്ട് ആൻ ആപ്പിൾ ആൻഡ് ഓഫേർഡ് ദാറ്റ് ടു ടോം. നിയ ഒരു ആപ്പിൾ അവന് കൊടുത്തു. യു ക്യാൻ ഹാവ് ദിസ് ടു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇതും കൂടി നിനക്കാണ്. ഷീ സെഡ്. സലീം ആൻഡ് രാജ് ഷെയർഡ് ദെയർ കുക്കീസ് ആൻഡ് കേക്ക്സ്. സലീമും രാജും കുക്കീസും കേക്ക്സും ഷെയർ ചെയ്തു. ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ടോം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈൻഡ്നെസ്, ദയ കണ്ടിട്ട് വളരെ സന്തോഷമായി. താങ്ക് യു എവരി വൺ, he said. They all sat together and enjoyed their lunch. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ ലഞ്ച് കഴിച്ചു. After that, all of them went to Midhu's house. അതിനുശേഷം എല്ലാവരും മിഥുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഇനി ആൻസർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ളവ ആൻസർ ചെയ്യണം. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ എടുത്തെഴുതുക. ഇവിടെ ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ്. 4 ഓപ്ഷൻ ഉണ്ട്. ഫോർ എ മൂവി, ഫോർ എ വാക്ക്, ഫോർ എ ഫീൽഡ് ട്രിപ്പ് ടു ദ സ്കൂൾ. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് എവിടേക്കാണ് പോയത്? ഫോർ എ ഫീൽഡ് ട്രിപ്പ്. നമ്പർ 2, ഹു ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ആരാണ് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നത്? മിഥു, ടോം, ടീച്ചർ, സലീം. ടോം. Find out the word from the passage that means idea. ഐഡിയ എന്ന വാക്കിന് പകരം ഉപയോഗിച്ച വാക്ക്, ഈ പാസേജിൽ ഉപയോഗിച്ച വാക്ക് എന്താണ്? പ്ലാൻ, കൈൻഡ്നസ്, ലഞ്ച്, കുക്കീസ്. ഷുവറായിട്ടും പ്ലാൻ ആണ് അല്ലേ? നമുക്ക് സാധാരണ പറയലുള്ളതാണ്. എന്താ നിൻ്റെ പ്ലാൻ ചോദിക്കാറുണ്ട് അല്ലേ? വൈ വാസ് ടോം ഹാപ്പി? എന്തുകൊണ്ടാണ് ടോം ഹാപ്പി ആയത്? ഹിസ് ഫ്രണ്ട്സ് ഷെയർ ദെയർ ഫുഡ് അല്ലേ? ഫ്രണ്ട്സിൻ്റെ കൈൻഡ്നെസ് കണ്ടിട്ടാണ്. ടോം വാസ് ഹാപ്പി ബിക്കോസ് ഹിസ് ഫ്രണ്ട്സ് ഷെയർഡ് ദെയർ ലഞ്ച് വിത്ത് ഹിം. മനസ്സിലായില്ലേ? അടുത്തത്, റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഷെയർ വിത്ത് ലവ്. ഓക്കെ, ഇപ്പോൾ ആക്ടിവിറ്റി 1
ഇനി ആക്ടിവിറ്റി 2 കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റി 3 ആണ് കേട്ടോ. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. ഒരു പിക്ചർ തന്നാൽ അതിലുള്ള സാധനങ്ങൾ നമ്മൾ എഴുതുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് മിത്തൂസ് ഹൗസ്. മിത്തുവിൻ്റെ വീട്ടിൽ എത്തി. ഫ്രണ്ട്സും ടോമും എല്ലാവരും. മിത്തൂസ് മദർ ആൻഡ് ഫാദർ വേർ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ. ഇതെന്തായി കാണുന്നത്? വെജിറ്റബിൾ ഗാർഡൻ ആണ്. മിത്തൂസ് മദറും ഫാദറും വെജിറ്റബിൾ ഗാർഡനിൽ ആയിരുന്നു. ദേ ഗേവ് എ വാം വെൽക്കം ടു ആൾ ഓഫ് ദം. അവർ രണ്ടുപേരും എല്ലാവരെയും വെൽക്കം ചെയ്തു. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇനി ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യണം. There is a beautiful vegetable garden in Mithu's house. Mithu is feeding the birds. മിത്തു അവിടെ ബേർഡ്സിന് ഫീഡ് ചെയ്യുന്നുണ്ട്. ഹെർ മദർ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. അവളുടെ അമ്മ പ്ലാന്റ്സിന് വെള്ളമൊഴിക്കുന്നുണ്ട്. ഹെർ ഫാദർ ഈസ് കളക്ടിങ് വെജിറ്റബിൾസ് ടു ദ ബാസ്ക്കറ്റ്. അച്ഛൻ ഒരു കൊട്ടയിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു വയ്ക്കുകയാണ്, പറിക്കുകയാണ്. എ ഡോഗ് ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ നിയർ ഹെർ ഫാദർ. ബോളും കൊണ്ട് ഒരു നായ്ക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിഥുവിൻ്റെ അച്ഛൻ്റെ അടുത്ത്. സോ മെനി ബട്ടർഫ്ലൈസ് ആൻഡ് ബേർഡ്സ് ആർ ദർ. ബട്ടർഫ്ലൈസും ബേർഡ്സും ഒക്കെ അവിടെ ഉണ്ട്. ദർ ആർ സോ മെനി ട്രീസ് മിഥുസ് ഹൗസ് ഇൻ ദ ബാക്ക് യാർഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4 conversation. Sasha and Naveen told Anupama teacher about Kabida. She decided to visit Kabida's house. നവീനും സാഷയും അനുപമ ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. ആ ടീച്ചർ അപ്പോൾ കവിതയുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ഡേ അനുപമ ടീച്ചർ വെൻറ്റ് ടു കവിതാസ് ഹൗസ്. പിറ്റേ ദിവസം തന്നെ അവർ കവിതയുടെ വീട്ടിലേക്ക് പോയി. ടീച്ചർ ടോക്ക്ഡ് ടു കവിതാസ് മദർ അബൌട്ട് സെൻഡിങ് ഹെർ ടു സ്കൂൾ. ടീച്ചർ കവിതയുടെ അമ്മയോട് അവളെ സ്കൂളിലേക്ക് വിടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ? ടീച്ചർ: ആർ യു കവിതാസ് മദർ? മദർ: യെസ് ഐ ആം. ഞാനാണ്, അതെ എന്നാണ് പറഞ്ഞത്. ടീച്ചർ: ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഓക്കെ, ഞാൻ അനുപമ, ഒരു ടീച്ചറാണ്. മദർ: ഹായ് ടീച്ചർ, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി ടീച്ചർ ഇവിടേക്ക് വരാൻ, എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. ടീച്ചർ: കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. വൈ? കവിത സ്കൂളിൽ പോകുന്നില്ല, എന്തുകൊണ്ടാണ്? മദർ: വി ഡോണ്ട് ഹാവ് ഇനഫ് മണി. എന്താണ് പറയുന്നത്? ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസയില്ല. വി ഡോണ്ട് ഹാവ് ഇനഫ് മണി. ടീച്ചർ: ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അവൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? മദർ: യെസ്, ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ടീച്ചർ: ഓക്കെ, ഐ വിൽ ഹെൽപ്പ് ഹെർ. ഇങ്ങനെയാണ് നമ്മളിവിടെ ഇവരുടെ കോൺവെർസേഷന് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് എന്താണ്? തോട്ടാണ് അല്ലേ? തോട്ട്സ്. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. ഷീ ഈസ് സോ എക്സൈറ്റഡ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സാഷ ആൻഡ് നവീൻ. അവൾ സാഷയും നവീനെയും കാത്തു നിൽക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് അവൾ പറയുന്നത്, എന്തൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ. Oh, I am going to school today. I am so happy. When Sasha and Naveen get here, എപ്പോഴാണ് സാഷയും നവീനും വരിക? I will go to school with Sasha and Naveen. ഞാൻ സാഷയുടെ നവീൻ്റെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. They are my friends. അവർ എൻ്റെ ഫ്രണ്ട്സാണ്. They helped me to joining
ടു ദിസ് സ്കൂൾ. ഈ സ്കൂളിൽ ചേരാൻ അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അങ്ങനെയാണ് കവിതയുടെ തോട്ട്സ്. ആക്ടിവിറ്റി നമ്പർ 6, പസിൽ. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് സോൾവ് ദ ക്രോസ് വേർഡ് പസിൽ. ഇവിടെ ഒരു ക്രോസ് വേർഡ് പസിൽ തന്നിട്ടുണ്ട്. ഈ പാസേജ് വായിച്ചതിന് ശേഷം അത് സോൾവ് ചെയ്യുക. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. അനുപമ ടീച്ചർ റഷ്ഡ് ടു കവിതാസ് ഹൗസ്. ഇത് വളരെ വൈകിയായിരുന്നു. അപ്പോഴാണ് അനുപമ ടീച്ചർ കവിതയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് നടന്നു പോയത്. തിരക്കിട്ട് പോവുകയാണ് കവിതയുടെ വീട്ടിലേക്ക്. ഓക്കെ. ദർ വാസ് നോബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. അവിടെ ഉമ്മർത്തൊന്നും ആരെയും കണ്ടില്ല. ഷി ഹിയർഡ് എ സ്വീറ്റ് ലുലബി ഫ്രം ഇൻസൈഡ്. അപ്പോൾ അവൾ ഒരു നല്ല താരാട്ട്, ഒരു സ്വീറ്റായ മധുരമുള്ള താരാട്ട് ഉള്ളിൽ നിന്ന് കേട്ടു. ഷി പീപ്ഡ് ഇൻ ടു ദ ഹൗസ്. അവൾ എത്തി നോക്കി, വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. ഷി സോ കവിത സിംഗിങ് ഇൻ എ സ്വീറ്റ് ടെൻഡർ വോയിസ്. അപ്പോൾ എന്താണ് എത്തി നോക്കിയപ്പോൾ കണ്ടത്? കവിത നല്ല മധുരമുള്ള, അതുപോലെ തന്നെ സോഫ്റ്റായ ശബ്ദത്തിൽ പാടുന്നു. നൈസ് സോങ് ഷീ മർമേഡ്. അപ്പോൾ അവളിങ്ങനെ ചുണ്ടിൽ പറയുന്ന പോലെ നൈസ് സോങ് എന്ന് മർമർ ചെയ്തു. കവിത സോ അനുപമ ടീച്ചർ. അപ്പോഴാണ് കവിത അനുപമ ടീച്ചറെ കണ്ടത്. ഷീ വാസ് സർപ്രൈസ്ഡ്. അവൾ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി ഈ ടീച്ചറെ അവിടെ കണ്ടിട്ട്. ഇനി പസിൽ നോക്കാം. രണ്ടാമത്തെ പസിലാണ് ആദ്യം ഇവിടെ തന്നിട്ടുള്ളത്. അക്രോസ് ആണ്. ക്രാഡിൽ സോങ്, കുഞ്ഞിനെ താരാട്ട് പാടുന്ന സോങ്. അതിനെന്താ പറയുക? ലുല്ലബി. ലുല്ലബി. നെക്സ്റ്റ് നമ്പർ 3, ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്. ആരാണ്? മദർ. MOTHER. MR അവിടെ ഉണ്ട്. ഇനി അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ അക്രോസിൽ എന്താണ്? ടു ലുക്ക് സീക്രട്ടിലി. ഒളിഞ്ഞു നോക്കി അല്ലേ? അതിനെന്താണ് ഇവിടെ പറഞ്ഞത്? പീപ്പിടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് പി മാത്രമേ ഇവിടെ ഉള്ളൂ. പീപ്പ്. PEEP. നെക്സ്റ്റ് ടു മൂവ് ക്വിക്ക്ലി. ആറാമത്തെ താഴെ നോക്കുക. ആറാമത്തെ റഷ്ഡ്. റഷ്. എന്താണ്? തിരക്കായതിന് എന്താ പറയുക? റഷ്. ഇനി ഡൗണിലേക്ക് നോക്കാം. ഐ സി. ഒന്നാമത്തെ ഐ സി. ഇനി ഡൗണിലേക്ക് നോക്കാം. ഒന്ന് നോക്കൂ, ഒന്ന് താഴേക്ക്. സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. എന്തെങ്കിലും പ്രതീക്ഷിക്കാത്തത് കാണുമ്പോൾ അല്ലെങ്കിൽ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സർപ്രൈസ്ഡ്. ഓക്കെ. ഇനി 4 താഴേക്കുണ്ട്. നാലാമത്തേൽ താഴേക്ക്. നാലാമത്തേൽ ടി കൊടുത്തിട്ടുണ്ട്. ടി. ഇനി താഴേക്കുള്ള വേർഡ് എന്തായിരിക്കും? പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കവിത സിംഗിങ് ഇൻ എ സ്വീറ്റ് ടെൻഡർ വോയിസ്. ഇപ്പോൾ സോഫ്റ്റ് ആയതെന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടെൻഡർ. ടി അവിടെ ഉണ്ട്. ENDER. ടെൻഡർ. ഇനി നാലാമത്തെ താഴേക്ക് നോക്കുക. സോഫ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോഫ്റ്റിന് പകരം കൊടുത്തിട്ടുള്ളത് ടെൻഡർ. ഓക്കെ. അപ്പോൾ